തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ തിരിച്ചടി കോൺഗ്രസിന് ദേശീയതലത്തിൽ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പിൽ നിന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു 210 കോടി രൂപയോളം നികുതി അടയ്ക്കാനുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും വിവിധ അക്കൗണ്ടുകൾ 4-ലധികം അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു. ഇപ്പോൾ അതിനെതിരെ കോൺഗ്രസ് നൽകിയ ഹർജിയാണ് ആദായ നികുതി വകുപ്പിന്റെ ട്രിബ്യൂണൽ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ പ്രചാരണം ഇങ്ങനെ കൊഴുക്കേണ്ടതാണ്. ഒരുപാട് കോടികൾ ഒഴുകുന്ന ഒരു രംഗം കൂടിയാണ് പ്രചാരണ രംഗം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തീരുമാനം, ഉത്തരവ്, അത് എത്രത്തോളം തിരിച്ചടിയാകുമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു പണമില്ലാത്ത അവസ്ഥയാകുമോ ജെയിംസ് കോൺഗ്രസിന്? പണം ഒരു വലിയ പ്രശ്നമാണ് ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇലക്ട്രൽ ബോണ്ടുകൾ സുപ്രീം കോടതി നിരോധിച്ചു. ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചു എന്ന് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ട് വഴി രാജ്യത്ത് വന്ന പണം ആരൊക്കെ നിക്ഷേപിച്ചതാണ്, ആർക്കൊക്കെയാണ് പോയതെന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇലക്ട്രൽ ബോണ്ടുകൾ തുടങ്ങിയ അന്ന് മുതലുള്ള ഇതുവരെയുള്ള ഡീറ്റെയിൽസ് ഹാജരാക്കാൻ സുപ്രീം കോടതി SBIയോട് പറഞ്ഞു. SBI പറഞ്ഞു ഇപ്പോൾ തരാൻ പറ്റില്ല, സമയം വേണം, ഇലക്ഷൻ കഴിയട്ടെ, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് SBI പറയുന്നുണ്ടെങ്കിൽ അത് മോദി പറയുന്നതാണ്, മോദി സർക്കാർ പറയുന്നതാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് സുപ്രീം കോടതി സമ്മതിക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരികയാണെങ്കിൽ അത് കുറേ കൂടി ജനാധിപത്യപരവും സുതാര്യവുമാവുമായിരുന്നു. അത് ആർക്കാണ് പണം വന്നത്, എത്ര രൂപ വന്നിട്ടുണ്ട്, എങ്ങോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ജനം അറിയാൻ ബാധ്യസ്ഥരാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്ന് സുപ്രീം കോടതി തീരുമാനിക്കുമോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ കാര്യവുമില്ല. കാരണം അതുവഴി വന്നത് എത്ര കോടി രൂപയാണ്, അത് ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാണെന്ന് നമുക്കറിയാം. നമുക്കറിയേണ്ടത് അത് ആരാണ് നിക്ഷേപിച്ചത്, ആ പണം എവിടെ നിന്നാണ്, ആ പണത്തിൻ്റെ സ്രോതസ് എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് വിധി വന്ന തൊട്ടുടനെയാണ്, പിറ്റേ ദിവസം മറ്റാണ് ഈ ആദായ നികുതി വകുപ്പ് ഇവരുടെ 242 കോടി രൂപ ഫ്രീസ് ചെയ്തത്. അപ്പോൾ ആ ഫ്രീസ് ചെയ്തതിന് കാരണമായി പറയുന്ന ആ പണം പിഴയായിട്ട് എടുക്കുകയാണ് ആദായ നികുതി വകുപ്പ് എന്നാണ്. പിഴയായിട്ട് എടുക്കുകയാണ്. അവർ 2019 തെരഞ്ഞെടുപ്പിലെ ഏതോ ഒരു ഫയൽ പൂർണ്ണമായിട്ട് കണക്കുകൾ കാണിച്ചിട്ടില്ല എന്ന് മറ്റോ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. റിട്ടേൺ ഫയൽ ചെയ്തതിന് ഒരു അക്കൗണ്ടിലുള്ള 250 കോടി രൂപയും പിഴയായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു അസ്വാഭാവികതയുണ്ട്. അതിന് നിയമവശം എന്താണെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. പക്ഷേ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അവർ ഹൈക്കോടതി പോവുകയാണ്, ഈ നീക്കത്തെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് 2019 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പണം വിനിയോഗിക്കപ്പെടുന്നതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിരുന്നു. അത് 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2021 അതുവരെ അത് പുറത്തു വിട്ടു. അപ്പോൾ സാധാരണ ഒരു മണ്ഡലത്തിൽ ഒരു പാർട്ടിക്ക് ചെലവഴിക്കാൻ കഴിയുന്ന പരമാവധി തുക 2 കോടി രൂപയാണ്. 2 കോടി രൂപയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത് ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2 കോടി രൂപയൊന്നും അല്ല ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ചെലവ് എന്നുള്ളത്. അപ്പോൾ അത് എത്ര കോടി രൂപ പോകാം എന്നുള്ളതാണ് ഈ സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് പഠിച്ചത്. BJP എന്ന പാർട്ടി ഈ മൊത്തം 550 ലോക്സഭാ സീറ്റിൽ എത്ര രൂപ ചെലവഴിക്കുന്നുണ്ട് BJP എന്ന പരിശോധനയിൽ അവർക്ക് മനസ്സിലായത്, അത് അവർ മൊത്തം ഇന്ത്യ മുഴുവൻ ചെലവഴിച്ച് 27,000 കോടി രൂപയാണ് എന്നാണ്. 27,000 കോടി രൂപ. അതിൽ ഏതാണ്ട് 15% മുകളിൽ, നൽകിയ 27,000 കോടിയിൽ 15-20% മുകളിൽ ചെലവഴിച്ചത് വോട്ടർമാർക്ക് നേരെ പണം കൊടുക്കാനാണ്. പണം നൽകി വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ആ പണം നൽകിയിട്ടുള്ളതെന്നാണ്. അപ്പോൾ 27,000 കോടി BJP ചെലവഴിക്കുമ്പോൾ അവരുടെ മുഖ്യ എതിരാളിയായ കോൺഗ്രസ് ചെലവഴിച്ചത് 1,200 കോടി രൂപ മാത്രമാണ്. അത്രയേ ഉള്ളൂ. അതായത് വെറും 1,200 കോടി രൂപ മാത്രമാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് BJPയും BJPയുടെ മുഖ്യ എതിരാളിയും തമ്മിൽ ചെലവഴിക്കുന്ന പണത്തിലുള്ള ഡിഫറൻസ് 10-20 ഇരട്ടിയാണ്. അപ്പോൾ അങ്ങനെ പണം വളരെ നിർണായകമായി മാറുന്ന, പണം ഉപയോഗിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഈ എന്താ പറയുക, നമ്മൾ ഈ നിലം നിരപ്പാക്കുക എന്നുള്ളതെന്നുള്ളൂ. ഒരു മത്സരത്തിൽ എല്ലാവർക്കും തുല്യമായ നില ഒരുക്കുക, ലെവൽ പ്ലേയിങ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നടക്കുന്നില്ലല്ലോ. കാരണം നമ്മളിപ്പോൾ റിലേ മത്സരത്തിൽ കണ്ടിട്ടില്ലേ, റിലേ റൗണ്ടിലാണ് ഗ്രൗണ്ടെങ്കിൽ ഏറ്റവും ആ വൃത്തത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ട്രാക്കിൽ നിൽക്കുന്ന ആളെ ഏറ്റവും മുമ്പിലാണ് ഓടിക്കുക. കാരണം അയാൾക്ക് കൂടുതൽ ദൂരം ഓടേണ്ടി വരും. ഇവിടെ എന്താണ്, ഇലക്ട്രൽ ബോണ്ടുകൾ വഴി 10,000 കോടിയിലേറെ സമാഹരിച്ച BJPയും വെറും 1,000 രൂപ മാത്രം കിട്ടിയ കോൺഗ്രസും, വെറും 1,000 കോടി മാത്രം കിട്ടിയ കോൺഗ്രസും മത്സരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും BJP ജയിക്കും. കാരണം പണത്തിന് അത്ര നിർണായകമായ സ്വാധീനമുണ്ട്. പ്രചാരണ രംഗത്താണെങ്കിലും അല്ലാതെയും സ്വാധീനമുണ്ടെന്നിരിക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്താണ്, ഒരു പണവും കയ്യിലില്ലാതെ, അവർ അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, ഒരു പണവും കയ്യില്ലാതെ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരികയാണ്. അപ്പോൾ കോടതി എന്ത് ചെയ്യും എന്നുള്ളതും പ്രധാനമാണ്. കോടതി കാര്യത്തിൽ എന്തിപ്പോൾ ട്രൈബ്യൂണൽ ചെയ്തത് അവരുടെ ഹർജി തള്ളിക്കളയാണ് ചെയ്തത്. കോടതി എന്ത് തീരുമാനിക്കുന്നുള്ളത് വളരെ നിർണായകമാണ്. അതല്ലാത്ത പക്ഷം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കയ്യിലൊന്നും പണം ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് എന്ന വാക്കുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. തെരഞ്ഞെടുപ്പൊക്കെ നടക്കും, പുറമേ നോക്കുന്നവർക്ക് ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമൊക്കെയാവും.
പക്ഷേ ഒരു പാർട്ടി മാത്രം മത്സരിക്കും, അവർ തന്നെ ജയിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് ഇന്ത്യ നീങ്ങും. യെസ്, നിഷാദ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ല എങ്കിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാകുമല്ലേ? കോൺഗ്രസ് ഓൾറെഡി വലിയ പ്രതിസന്ധിയിലാണ്. കാരണം അവിടെ അതിനകത്തുള്ള പൈസ എടുക്കാൻ പറ്റില്ല, അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 105 കോടി രൂപയെ തൊടാൻ പറ്റില്ല, അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിന് താരതമ്യേന വളരെ കുറച്ച് പൈസ മാത്രം അക്കൗണ്ടിലുള്ള ഒരു പാർട്ടിയാണ്. ബാക്കി എല്ലായിടത്തും ഓടി നടന്ന് ED പരിശോധന നടത്തിക്കൊടുക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഫണ്ട് റൈസർമാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ED വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ DK ശിവകുമാർ എന്നൊക്കെ പറഞ്ഞ കർണാടകയിലെ പ്രധാനപ്പെട്ട നേതാക്കളും മുഴുവൻ ED സർവൈലൻസിലാണ്. അദ്ദേഹത്തിനെതിരെ ഒന്നിലധികം കേസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പൈസ വരവ് തന്നെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് പരിപാടി നിന്നതോടെ പൈസ വരവ് ഏതാണ്ട് നിലച്ച മട്ടാണ്. അവരുടെ ഈ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര നടക്കുമ്പോഴാണ് ഈ ഫണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്ത് ചെക്കൊന്നും ആക്ച്വലൈസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായത്. അതുകൂടി ആ യാത്രയുടെ പകിട്ട് തന്നെ കുറഞ്ഞു. ആ നിലയ്ക്ക് ഫണ്ട് ഫ്ലോ ഇഷ്യൂ അവർ നേരിട്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഹൈക്കോടതി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഹൈക്കോടതിന് മുമ്പിൽ സാങ്കേതികത്വം പരിശോധിച്ചാൽ ശരിയാണ്, റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, കുറേ ദിവസത്തെ ആനുകൂല്യം കൊടുത്തിട്ടും ഫയൽ ചെയ്തിട്ടില്ല, കോൺഗ്രസ് അത് ചെയ്യാൻ തയ്യാറായില്ല. 2019 ഇലക്ഷൻ സമയത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വരവിൻ്റെ റിട്ടേണാണ് ഫയൽ ചെയ്തിട്ടില്ല. ചെയ്യാത്തതിൻ്റെ പേരിൽ അവർക്ക് ഈ പറയുന്ന പിഴയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അടച്ചാൽ എന്തോ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സവിശേഷമായ എന്തോ ആനുകൂല്യങ്ങളോ ഇളവൊക്കെ ഉണ്ട്. സമയം കഴിഞ്ഞാൽ പിന്നെ ഇളവെല്ലാം പോവുകയും മുഴുവൻ ടാക്സ് അടയ്ക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തോ ഒരു വലിയ ലോക്കിലാണ് സത്യത്തിൽ ഇവർ പെട്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസിനോട് മാത്രം നിയമം വളരെ ശക്തമായി പെരുമാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിപക്ഷ പാർട്ടികളോട് മാത്രം നിയമം എപ്പോഴും ശക്തമായി പ്രവർത്തിപ്പിക്കുന്നു, ED ശക്തമായി പ്രവർത്തിക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പാർട്ടികൾ എത്ര പണം ആരിൽ നിന്ന് വാങ്ങിയതിൻ്റെ വിശദാംശം സമർപ്പിക്കൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ SBI പറയുന്നത് ഞങ്ങൾക്ക് 14,000 സൈറ്റുകളുടെ ഡീറ്റെയിൽസ് എടുക്കാനുണ്ട്, സമയം എടുക്കുമെന്നാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വർഷം മുഴുവനുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ചോദിച്ചൊരു മെയിൽ അയച്ചാൽ അടുത്ത മൊമെൻറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തിരിച്ചു കിട്ടും. ഇത് മൊത്തം ഇത്തരം വിവരങ്ങൾ തരാൻ ബാങ്കിന് ഒരു നിമിഷത്തിൻ്റെ സമയം ആവശ്യമില്ല. ഇത് മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഞങ്ങൾക്ക് വിവരങ്ങൾ എടുക്കാൻ ഇനിയും ദീർഘമാസങ്ങൾ വേണ്ടി വരുമെന്ന് പറയാണ്. ആർക്ക് വേണ്ടിയാണ്? ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി ശതകോടികൾ സമാഹരിച്ച് വെച്ചിരിക്കുന്നത് BJP ആണ്. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇത് മഹാപാതകമാണ്, ഈ രാജ്യത്ത് നടക്കില്ല എന്ന് പറഞ്ഞത്. 5 വർഷം. ആ 5 വർഷം കൊണ്ട് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. സമാഹരിക്കാനുള്ളത് മുഴുവൻ സമാഹരിച്ചു കഴിഞ്ഞു. പൂട്ടാനുള്ളവരെ മുഴുവൻ പൂട്ടിയും കഴിഞ്ഞിട്ടുണ്ട്. BJPക്കൊന്നും ഒരു നഷ്ടവും ഇലക്ട്രൽ ബോണ്ടിനെ കോടതി നിരോധിച്ചുകൊണ്ട് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ വളരെ അടുത്ത ദിവസം SBIയുടെ ഞങ്ങൾക്ക് ടൈം വേണമെന്നുള്ള ഹർജി പരിഗണിക്കാൻ പോവാണ്. കോടതി മിക്കവാറും സമ്മതിക്കാനോ സാധ്യത, കാരണം ഒരു സാങ്കേതികത്വം പറഞ്ഞിട്ട് അവർ ആവശ്യപ്പെടുകയാണല്ലോ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്, നോട്ട് നിരോധനം വന്നപ്പോൾ എവിടുത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? ഉത്തർപ്രദേശിലെ ഇലക്ഷനായിരുന്നു. നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് ആരാ ലോക്കായി പോയത്? നോട്ട് നിരോധനം വരുമെന്ന് അറിയാമായിരുന്ന ഏക പാർട്ടി BJP ആണ്. അവരുടെ പണം ഉണ്ടായിരുന്നു. ബാക്കി മുഴുവൻ പേരുടെയും ഫണ്ട് കംപ്ലീറ്റ് ലോക്കായി പോയില്ലേ? അപ്പോൾ അവസാനം എന്താ സംഭവിച്ച തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ, ഫണ്ട് റേസ് ചെയ്യുന്ന നേതാക്കളെ എല്ലാം വേട്ടയാടി പിടിക്കുക, അവരുടെ ഫണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറയുന്നത് BJP എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇത്തവണ ഇത് ഭംഗിയായി ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് ഇപ്പോൾ ലോക്കായി എന്നാണ് കാണേണ്ട കാര്യം. അപ്പോൾ ഒരു ചാൻസ് എടുക്കാൻ BJP തയ്യാറാവുന്നില്ല. അവർ വലിയ കോൺഫിഡൻസിലാണ്, ഞങ്ങൾ തന്നെ അടുത്ത തവണ വരും, ഞങ്ങൾ തന്നെ ബജറ്റ് അവതരിപ്പിക്കും. പക്ഷേ എങ്ങാനും ഇവർ ജയിച്ചു പോകുമോ എന്നതിൻ്റെ ഒരു ചാൻസും എടുക്കാൻ തയ്യാറില്ല. ഫണ്ട് പൂട്ടണം, അവരുടെ നേതാക്കളെ പൂട്ടണം, എല്ലാ സാധ്യതകളും അടയ്ക്കുകയാണ്. എല്ലാ സാധ്യതകളും അടച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇലക്ഷനൊക്കെ ഉണ്ട്, എല്ലാവരും മത്സരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളെ കളത്തിലുണ്ടാവാൻ പാടുള്ളൂ എന്നത് ഒരർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏർപ്പാടാണ്. അല്ലെങ്കിൽ സിസ്റ്റം എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കണം. കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും BJP നേതാവിൻ്റെ, BJP റൂളിംഗ് സ്റ്റേറ്റിൻ്റെ, BJP അലയൻസിൻ്റെ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ED പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ദുരന്തപൂരിതമായ ആവർത്തനമാണിത്. യെസ്, എന്തായാലും അടുത്തയാഴ്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ചൂടേറിയ പ്രചാരണ ദിനങ്ങളാണ്. BJP സ്ഥാനാർത്ഥികൾ കോടികൾ ഒഴുക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഒരുപക്ഷേ ഏത് രീതിയിലാകും ഈ പ്രതിസന്ധിയെ കോൺഗ്രസ് മറികടക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.